ടെറക്രിയേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നിക്രോം വയറിനെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞു പോകുന്നത്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന 24 ഗേജിൻ്റെ നിക്രോം വയറാണ്. 100 ഗ്രാമിൻ്റെ റോളാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ പ്രധാനമായും 3 തരത്തിലാണ് നിക്രോം വയർ നമ്മൾ ടെറാക്കോട്ട ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് യു പിന്ന്, ഐ പിന്ന്, അതുപോലെ ഒരു കണക്ടർ, ഇത്രയുമാണ് അതിലെ പ്രധാനപ്പെട്ട സാധനങ്ങൾ. അതിൽ യു പിന്നും അതിൻ്റെ ചെറിയൊരു കുഞ്ഞ് യു പിന്നും, അതുപോലെ തന്നെ ഐ പിന്നിന് അതിലും ചെറിയൊരു ഐ പിന്നും, അതുപോലെ ഒരു കണക്ടർ, ഇത്രയുമാണ് നമുക്ക് നിക്രോം വയറിൽ ടെറാക്കോട്ട ജ്വല്ലറി മേക്കിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. ഇവിടെ ഞാൻ ഈ വലിയ യു പിന്ന് നമുക്ക് പെൻഡൻറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഏകദേശം 1.5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളതാണ്. യെസ്, 1.5 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ, ഏകദേശം 1.5ൻ്റെ അടുത്ത് തന്നെ. പിന്നെ ഉള്ള ചെറിയത് അത് ഏകദേശം 3/4 സെൻറ്റിമീറ്റർ, 1.7 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം ഉള്ളത്. ഇത് നമ്മൾ ഗുങ്കുരു ബീഡ്സ്, അതുപോലെ ഇയറിങ്സ്, അതിനെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഐ പിന്നാണ്. ഇത് സ്റ്റിക്ക് ബീഡ്സ് ആയിട്ട് യൂസ് ചെയ്യും. പെൻഡൻറ്റിനും ഇയറിങ്ങിനൊക്കെ സ്റ്റിക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ഇത് 1.5 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഈ ചെറിയ സ്റ്റിക്ക് ബീഡ്സ് നമ്മൾ പെൻഡൻറ്റിൻ്റെ മേൽഭാഗത്ത് നമ്മൾ ഗ്രാൻഡ് പെൻഡൻ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റിക്ക് ബീഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ബീഡ്സിന് പിന്നെ അധികം ആഴത്തിൽ അധികം വേണ്ടതില്ല. അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ചെറിയ സ്റ്റിക്ക് ബീഡ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഗുങ്കുരു ബീഡ്സിന് നമ്മൾ ഈ കണക്ടറുമായിട്ട് ഈ രീതിയിൽ കണക്ട് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ താഴേക്കുള്ള ഭാഗം ഗുങ്കുരു ബീഡിൻ്റെ ഉള്ളിലേക്കും ഈ മേലെയുള്ള ഈ കണക്ടറിൻ്റെ ഭാഗം പെൻഡൻറ്റിൻ്റെ ഉള്ളിലേക്കുമായിട്ടാണ് നമ്മൾ വയ്ക്കുക. ഇനി നിക്രോം വയറിൽ ഇത് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. സ്റ്റിക്ക് ബീഡിന് നമുക്കറിയാം 1.5 സെൻറ്റിമീറ്റർ ആണ് അതിന് വേണ്ടിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഓരോ തവണ നമ്മൾ സ്കെയിലെടുത്ത് അളന്നിട്ട് അത് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. അതിനാൽ നമ്മൾ അത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതിന് ഒരു എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വിരലിൻ്റെ തുമ്പത്തായിട്ട് ഈ രീതിയിൽ നമുക്ക് നിക്രോം വയർ വെച്ച് അതിൻ്റെ ബീഡിൽ നിന്ന് ഒരു സെൻറ്റിമീറ്റർ വിട്ടിട്ട് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അളന്ന് നോക്കിയാൽ ഏകദേശം 1.5 സെൻറ്റിമീറ്റർ തന്നെ ഉണ്ടാകും. ഈ രീതിയിൽ നമ്മൾ മനസ്സിലൊരു കാൽക്കുലേഷനോട് കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വേഗം മുറിച്ചെടുക്കാൻ കഴിയും. ഇനി ഈ ഒരു റൗണ്ട് നോസ് പ്ലെയർ എടുത്തിട്ട് അതിൻ്റെ സഹായത്താലാണ് നമ്മൾ യു പിൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ എഡ്ജ് ഭാഗം യൂസ് ചെയ്ത് നമ്മളൊരു യു ഷേപ്പിലായിട്ട് മടക്കിയെടുത്താൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ലൂപ്പ് കിട്ടും. ഇത് ഇയറിങ്ങിനും എല്ലാം യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇനി പക്ഷേ നമ്മൾ പെൻഡൻറ്റിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പി നമ്മുടെ റൗണ്ട് നോസ് പ്ലെയറിൻ്റെ നടുഭാഗത്തേക്ക് ലാഷ് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ രീതിയിൽ മടക്കുകയാണെങ്കിൽ നമുക്ക് ലേശം കൂടി വലിയ ലൂപ്പ് കിട്ടും. ഈ രീതിയിലുള്ള
ലേശം വലിയ കമ്പികളാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം 1.5 സെൻറ്റിമീറ്ററാണ് നമുക്ക് നമ്മുടെ പെൻഡൻറ്റിന് വേണ്ട കമ്പിയുടെ വലുപ്പമെന്ന്. അപ്പം ഈ രീതിയിൽ നമുക്ക് വേണ്ട ഗുങ്കുരു ബീഡിന് വേണ്ട യൂപ്പിന് അതുപോലെ കണക്ടർ ബീഡ് അങ്ങനെയെല്ലാം നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഗുങ്കുരു ബീഡ്സിന് നമുക്ക് 2 രീതിയിൽ നമ്മുടെ പെൻഡൻറ്റുമായോ ഇയറിങ്ങുമായോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഇയറിങ്ങിൻ്റെ ഗുങ്കുരു ബീഡിൻ്റെ ഭാഗത്തേക്ക് വെച്ച യൂപ്പിന് അതിൻ്റെ കൂടെ കണക്ടറിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ 2 ബീഡ്സ് എടുത്തിട്ടുണ്ട് ഞാൻ. അതിൽ ഒരു കണക്ടർ ഒരു സ്റ്റിക്ക് ബീഡ് എടുത്ത് ആ സ്റ്റിക്ക് ബീഡ് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് അതിൻ്റെ മറ്റേ ഭാഗത്ത് കൂടി പുറമേക്ക് വരാൻ പാടില്ല. അത് ചെറുതായി പ്രസ് ചെയ്ത് വെക്കുക. ഈ രീതിയിൽ വെക്കലാണ് അതിൻ്റെ ശരിയായ രീതി. അതിൻ്റെ ബാക്കി ഭാഗം അത് ഈ പെൻഡൻറ്റിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ളത് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പാകത്തിലുള്ള അത്രയും കമ്പി അതിന് പുറമേക്ക് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഇനി ഇതിൻ്റെ സ്ഥലത്ത് നമ്മൾ ഗുങ്കുരു ബീഡിനാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് യൂപ്പിന് കുത്തിയാലാണ് നമ്മളത് ഗുങ്കുരു ബീഡായിട്ട് മാറുന്നത്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ ഇതിന് അത്യാവശ്യം ഈ ഒരു കാണുന്ന രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ടാവണം. ഇനി ഇതിൽ നമുക്ക് എങ്ങനെയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ കണക്ടറിനെ ഈ രീതിയിൽ നമുക്ക് അതിൽ ഓൾറെഡി ആദ്യമേ ഇട്ട് വെച്ചതിന് ശേഷം ഗുങ്കുരു ബീഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിന് ശേഷം അതിൻ്റെ കണക്ടറിൻ്റെ സൈഡ് നമുക്ക് പെൻഡൻറ്റിലേക്ക് കുത്താൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഗുങ്കുരു ബീഡ്സ് ഉണ്ടാക്കി നിങ്ങൾക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിനുശേഷം എപ്പോഴാണോ നിങ്ങൾ പെൻഡൻറ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇയറിങ്സ് ഉണ്ടാക്കുന്നത് ആ സമയത്ത് നിങ്ങൾ മറ്റേ കണക്ടർ ബീഡ് എടുത്തിട്ടോ യൂപ്പിൻ ബീഡ് എടുത്തിട്ടോ ഏതാണ് നിങ്ങൾ വിചാരിച്ചത് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഈ ഒരു കണക്ടറിനെ ഈ രീതിയിൽ തുറന്ന് നമുക്ക് വീണ്ടും അതിനെ ആ ലൂപ്പിൽ ഇട്ടിട്ട് ക്ലോസ് ചെയ്യാം. ഈ ക്ലോസ് ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച യൂപ്പിന് ഗുങ്കുരു ബീഡ്സ് നമുക്ക് യൂപ്പിനുമായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാനിങ്ങനെയാണ് യൂസ് ചെയ്യാറ്. ഇതിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് കൂടുതൽ സേഫായ രീതിയിൽ നമുക്ക് നമ്മുടെ പെൻഡൻറ്റിൻ്റെ ഉള്ളിൽ നിർത്താൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രീതിയിൽ നമുക്കതിനെ നിർത്തിപ്പോരാം. ഇനി ഇതുപോലെ അത് കട്ട് ചെയ്തെടുക്കുന്ന യൂപ്പിനുകളും ഐപ്പിനുകളും നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റോറിങ് ബോക്സിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ പിന്നീട് എടുത്ത് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾക്ക് ഒഴിവുള്ള സമയങ്ങളിൽ ഇതേപോലെ ഇയറിങ്സിന് പെൻഡൻറ്റിന് അതുപോലെ സ്റ്റിക്ക് ബീഡിന് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബൈ.